പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ വെള്ളിയാഴ്ച ദിനത്തിലെ സ്വർഗം നമുക്ക് നൽകുന്ന വചനം സങ്കീർത്തന പുസ്തകം 54:1. അവിടെ വചനം വെളിപ്പെടുത്താണ്: ദൈവമേ, അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ നാമത്താൽ. സങ്കീർത്തന വചനം നമ്മളിവിടെ ധ്യാനിക്കുമ്പോൾ പുതിയ നിയമത്തിലെ അപ്പസ്തോല പ്രവർത്തനം നമ്മൾ കാണുന്നില്ലേ? ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമി മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിനല്ലാതെ. അപ്പോൾ ഞാൻ പാടുന്നില്ല, അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ആ നാമത്തിൻ്റെ പേരാണ് യേശു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വൈദികനെ പരിചയപ്പെടാനായിട്ടിടയായി. അച്ഛൻ്റെ ഒരു പേഴ്സണൽ പ്രയർ എന്നതുപോലെ അച്ഛൻ ചെയ്യുന്നത് മുഴുവൻ സമയം യേശുവേ 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 യേശുവേ. ഞങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. എന്നിട്ട് പിന്നെ അച്ഛൻ ഇങ്ങനെ വാഹനം ഓടിക്കുകയാണ്. അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യേശുവേ 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 യേശുവേ. അത് ഒരു വ്യക്തിയോട് എന്നതുപോലെ ശരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയില്ലേ? സംസാരത്തിന് വേറെ ഒന്നുമില്ല, ആ പദം മാത്രമേ ഉള്ളൂ. അതൊരു അഭിഷേകമാണ് നമുക്ക് ശരിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ യേശു എന്ന നാമവും, അപ്പോഴാണ് ഞങ്ങളുടെ ആത്മീയ പിതാക്കന്മാർ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർത്തത്. യേശു എന്ന നാമവും യേശു എന്ന വ്യക്തിയും രണ്ടല്ല. യേശു എന്ന നാമത്തെ വിളിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ സാന്നിധ്യം ആ വ്യക്തിയുടെ കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ സമയം നമ്മൾ അലസമായിട്ടൊക്കെ ഇരിക്കുന്നു സഹോദരങ്ങൾ, കുറ്റം പറഞ്ഞിരിക്കുന്നു. നമുക്ക് ആവർത്തിച്ച് യേശുനാമം പറയാം. ദൈവമേ, അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ യേശുനാമം, പുതിയ നിയമ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ യേശുവേ യേശുവേ അങ്ങയുടെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ. നമ്മുടെ നായിക്കൻ പറമ്പിലച്ചനൊക്കെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ: ഈശോയെ, അങ്ങയുടെ തിരുരക്ത കടലാൽ എന്നെ കഴുകണമേ. യേശുവേ, അങ്ങയുടെ തിരുരക്ത കടലാൽ. അപ്പം തന്നെ നമ്മുടെ ഉള്ളിലെ സങ്കടം, പ്രയാസങ്ങൾ, നിരാശ, കുറ്റബോധം ഇതെല്ലാം കർത്താവ് ഏറ്റെടുക്കും. അതാണ് ഈ നാമത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് യേശു എന്ന നാമം ഉപയോഗിച്ച് യേശുവേ എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ എന്നൊക്കെ നിരന്തരം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.